ചില ഡിസ്റ്റാൻ നടന്നവർ ഇന്നത്തെ സുവിശേഷത്തിലെ ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, നീ എന്താണ് അവരോട് ഉപമകൾ വഴി മാത്രം സംസാരിക്കുന്നത്? അപ്പോൾ ഈശോ പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, അവർക്കത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം എന്താണ്, അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കണ്ടിട്ടും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനത് കാണുന്നുണ്ട്, പക്ഷെ അതങ്ങനെ കാര്യമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കില്ല. കേൾക്കുന്നുണ്ട്, പക്ഷേ അത് ഇപ്പുറത്തെ ചെവിയിലൂടെ കേട്ട് ഇപ്പുറത്തെ ചെവിയിലൂടെ ഞാൻ കളയുന്നു എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, പക്ഷെ അതെൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല എന്നാണ് ഈശോ അർത്ഥമാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു അവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കുന്നത് പരിശോധിച്ച് നോക്കാം. നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്നവരാണ്, അതിൽ വചനം വായിക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പതിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കാണുന്നുണ്ട്, എന്നാൽ കാണുന്നില്ല. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈശോയെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് നമ്മളെപ്പോഴും ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെ ശരിക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ലോകാത്ഭുതം കാണാനായിട്ട് പോകുന്നു, അത്രയും വലിയൊരു സംഭവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് സാധാരണ മറ്റേത് കെട്ടിടങ്ങളെയും പോലെ ഒരു നിർമ്മിതിയാണ് എന്നുള്ളൊരു ബോധ്യമാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കില്ല. എന്നാൽ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാനിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിക്കും. ഓരോ ദിവസവും വിശുദ്ധ കുർബാന കാണുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ വിശുദ്ധ കുർബാന ഞാൻ കണ്ടുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ അർപ്പിച്ചാൽ അതെനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വചനം കേൾക്കുമ്പോഴായാലും വചനം വായിക്കുമ്പോഴായാലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ കേട്ടാൽ, ഞാൻ വായിച്ചാൽ അത് ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പോലെ യഹൂദരെ കുറിച്ച് പറയുന്നത് പോലെ കണ്ടിട്ടും കാണാത്തവരും കേട്ടിട്ടും കേൾക്കാത്തതുമാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ചെറിയ മാറ്റം വരുത്തി ജീവിക്കാനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്